സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ലാഭമുണ്ടാക്കാൻ ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇല്ലെങ്കിൽ വലിയ നഷ്ടം. കൊച്ചി: അടിക്കടി വില മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വർണത്തിന്. ഏറിയും കുറഞ്ഞും മാറ്റം വരുന്നുണ്ടെങ്കിലും വിലയിൽ ക്രമേണയുള്ള വർധനവ് പ്രകടമാണ്. കഴിഞ്ഞ വർഷം മാത്രം 26% വില കൂടി. ഈ വർഷം ഇതുവരെ 25%-ലധികമാണ് വില മുന്നേറ്റം. അതായത് ഓരോ വർഷവും വിലയിൽ ക്രമേണയുള്ള വർധനവുണ്ടാകുന്നു. സ്വർണത്തെ പാടെ മാറ്റി നിർത്തിയുള്ള കടുത്ത തീരുമാനം മലയാളി എടുക്കില്ല. പക്ഷേ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അല്പം ബുദ്ധിപരമായി നീങ്ങിയാൽ ഇതുവഴി ലാഭമുണ്ടാക്കാം. എങ്ങനെയാണ് സ്വർണവിപണി പ്രവർത്തിക്കുന്നത്? വില നിശ്ചയിക്കുന്നത് എങ്ങനെ? ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റമെന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വില മാറ്റത്തെ സ്വാധീനിക്കുന്നത്? വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴുമുള്ള വില തുടങ്ങിയ ഏതാനും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാലും മതി നേട്ടം കൊയ്യാന്. സ്വർണം വിവിധ പരിശുദ്ധിയിലാണുള്ളത്. 24, 22, 18 എന്നിവയാണ് കേരളത്തിൽ പ്രചാരം. ഇതിനു പുറമെ 21, 14 കാരറ്റുകളിലെ സ്വർണവും ലഭ്യമാണ്. ഓരോ കാരറ്റും ആ സ്വർണത്തിന്റെ പരിശുദ്ധിയെ കാണിക്കുന്നു. 24 കാരറ്റ് സ്വർണം എന്നത് പൂർണ്ണമായും സ്വർണമാണ്. 22 കാരറ്റിൽ അല്പം മാത്രം ചെമ്പ് അല്ലെങ്കിൽ മറ്റു ലോഹം ചേരും. 18 കാരറ്റിൽ 75% സ്വർണവും ബാക്കി ചെമ്പും. 14 കാരറ്റിൽ 52% സ്വർണവും ബാക്കി ചെമ്പ് അല്ലെങ്കിൽ വെള്ളിയുമായിരിക്കും. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് ഒരു പവന് സ്വർണത്തിന് 71,920 രൂപയാണ് വില. ഗ്രാമിന് 8,990 രൂപയാണ്. ഇതിനേക്കാൾ 700 രൂപ വരെ ഏകദേശം കൂടുതലായിരിക്കും 24 കാരറ്റ് സ്വർണം ഗ്രാമിന്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,375 രൂപയാണ് നൽകേണ്ടത്. 24 കാരറ്റ് പൂർണ്ണമായും സ്വർണം ആയതിനാൽ അവ ഉപയോഗിച്ച് ആഭരണം നിർമ്മിക്കില്ല. കാരണം കരുത്ത് കുറയും. മറ്റു ലോഹങ്ങൾ ചേർത്ത് കരുത്ത് കൂട്ടിയാണ് ആഭരണങ്ങൾ നിർമ്മിക്കുക. ഈ സ്വർണം വാങ്ങിയാൽ ലാഭം. 24 കാരറ്റ് ഒഴികെയുള്ള കാരറ്റുകളിലാണ് ആഭരണങ്ങൾ ഉള്ളത്. 24 കാരറ്റിൽ കോയിനും ബാറുകളുമാണ് ഉണ്ടാകുക. ഭാവിയിൽ ലാഭം കിട്ടണം, ആവശ്യം വന്നാൽ വിറ്റ് പണമാക്കണം തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ നല്ലത് 24 കാരറ്റാണ്. പ്രമുഖ ജ്വല്ലറികളിലെല്ലാം ഇവ കിട്ടും. നികുതിക്ക് പുറമെ നേരിയ പണിക്കൂലി മാത്രമാണ് ഇതിന് ഈടാക്കുക. മാത്രമല്ല വിൽക്കുന്ന വേളയിൽ വലിയ നഷ്ടം സംഭവിക്കുകയുമില്ല. ഓരോ ദിവസവും സ്വർണത്തിന് വിലമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും 24 കാരറ്റിലെ സ്വർണത്തിന് ഓരോ നിമിഷവും വിലമാറ്റമുണ്ടാകാം. അതുകൊണ്ടുതന്നെ ജ്വല്ലറികൾ ബോർഡിൽ വില പ്രദർശിപ്പിക്കാറില്ല. വാങ്ങുന്ന സമയത്ത് വില പരിശോധിച്ച് പറയുകയാണ് ജ്വല്ലറിയിലുള്ളവർ ചെയ്യുക. കാരണം അന്താരാഷ്ട്ര വ്യാപാരം നടക്കുന്നത് ഈ കാരറ്റിലാണ്. വിൽക്കുന്ന വേളയിലും ആ നിമിഷത്തെ വില എത്രയാണോ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്വർണത്തിൽ നഷ്ടം വരുന്നത് ഇവിടെ. അതേസമയം 22 കാരറ്റിൽ കോയിനും ആഭരണവും കിട്ടും. മറ്റു കാരറ്റുകളിൽ ആഭരണങ്ങൾ മാത്രമാണ് കിട്ടുക. ആഭരണം വാങ്ങുമ്പോൾ ജ്വല്ലറിക്കാർ പണിക്കൂലി വാങ്ങും. ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി. ഇത് 20% വരെ ഉയരുകയും ചെയ്യും. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി നിശ്ചയിക്കുക. ഉപഭോക്താവിന് ഇക്കാര്യത്തിൽ വിലപേശൽ നടത്തി പണിക്കൂലി കുറക്കാനും സാധിക്കും. പണിക്കൂലിയായി നൽകിയ തുക ആഭരണങ്ങൾ വിൽക്കുന്ന വേളയിൽ നഷ്ടമാകും. ഒപ്പം ഹാൾമാർക്കിംഗ് ചാർജിനുള്ള തുകയും തിരിച്ചുകിട്ടില്ല. GSTയുടെ കാര്യവും അങ്ങനെ തന്നെ. ഏത് വസ്തു വാങ്ങുമ്പോഴും നികുതി നൽകണമെന്നത് നിയമബാധ്യതയാണ്. 22 കാരറ്റിൽ ഒരു പവന് ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിനുള്ള വിലയ്ക്ക് പുറമെ ഏകദേശം 6,000 രൂപ അധികമായി നൽകേണ്ടി വരും. വിൽക്കുന്ന വേളയിൽ ഇത്രയും തുക കിട്ടുകയുമില്ല. മാത്രമല്ല തിരിച്ചു വിൽക്കുമ്പോൾ 24 കാരറ്റ് ഒഴിച്ച് മറ്റു കാരറ്റിലെ സ്വർണത്തിന് വിപണി വില ജ്വല്ലറിക്കാർ തരില്ല. 2 മുതൽ 4% വരെ കുറച്ചുള്ള തുകയാണ് തരിക. അപ്പോൾ വീണ്ടും നഷ്ടം സംഭവിക്കും. അതുകൊണ്ടുതന്നെ സ്വർണം വാങ്ങുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഭാവിയിൽ ലാഭമുണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ 24 കാരറ്റ് സ്വർണമാണ് നല്ലത്. മറ്റു കാരറ്റിലെ സ്വർണത്തിന് വിൽക്കുമ്പോൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വരും.